ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ പൈപ്സ് ആൻഡ് സിസ്റ്റം എന്നുള്ള ടോപ്പിക്കിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി ഫസ്റ്റ് വീഡിയോ പൈപ്സ് ആൻഡ് സിസ്റ്റത്തിന് ഇട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ഇത് നമ്മൾ ടൈം ആൻഡ് വർക്ക് പൈപ്സ് ആൻഡ് സിസ്റ്റനും ഒരു നല്ല സിമിലാരിറ്റീസ് ഉള്ള ടോപ്പിക്കാണ്. അപ്പോൾ ടൈം ആൻഡ് വർക്ക് എങ്ങനെ ചെയ്തു അതുപോലെ തന്നെയാണ് ഞാൻ പൈപ്സ് ആൻഡ് സിസ്റ്റംസും ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ ആ പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ട് വന്ന് ഈ വീഡിയോ കാണുന്നതായിരിക്കും വളരെ യൂസ്ഫുൾ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഓക്കെ, P and Q can fill a tub in 10 hours and 12 hours respectively, and R can empty it in 6 hours. If all the three taps P, Q, R are opened at 7 a.m., at what time 1/4 of the tank is filled? ഇപ്പോൾ എന്താണ് പറയുന്നത്? ഇവിടെ 3 പൈപ്പുണ്ട്. ഏതൊക്കെയാണ്? P എന്ന് ഒരെണ്ണമുണ്ട്, Q എന്ന് ഒരെണ്ണമുണ്ട്, R എന്ന് ഒരെണ്ണമുണ്ട്. പിയും ക്യൂവും ഇൻലെറ്റ് പൈപ്പാണ്, R എക്സിറ്റ് പൈപ്പാണ്, ദറ്റ് മീൻസ് ഔട്ട്ലെറ്റ് പൈപ്പാണ്. അപ്പോൾ ഒരു ടബിന് പിക്ക് 10 hours ഫില്ല് ചെയ്യാൻ പറ്റും, ക്യൂവിന് 12 hours ഫില്ല് ചെയ്യാൻ പറ്റും, ആറിന് 6 hours എംപ്റ്റി ചെയ്യാൻ പറ്റും. ഇഫ് ഓൾ ദ 3 taps പി ക്യു ആർ ആർ ഓപ്പൺ അറ്റ് 7 a.m. ഇത് 7 മണിക്ക് 3 ടാപ്പും ഓപ്പൺ ചെയ്തേക്കുവാണ്. അപ്പോൾ 1/4 ഓഫ് ദ ടാങ്ക് എപ്പോഴാണ് ഫില്ല് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് ഇട്ടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ LCM എടുക്കണം. LCM എത്രയായിരിക്കും? 60. അപ്പോൾ ഇതിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കണം. അപ്പം ഈ 3 വാല്യൂവിൻ്റെയും LCM ആണ് നമ്മളുടെ ടോട്ടൽ കപ്പാസിറ്റീസ്. ടോട്ടൽ കപ്പാസിറ്റി 60 ലിറ്റർ. അതുമല്ല, ക്വസ്റ്റ്യൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? അറ്റ് വാട്ട് ടൈം 1/4 ഓഫ് ദ ടാങ്ക് ഇസ് ഫിൽഡ്. 1/4 ഓഫ് 60 അവർ ചോദിച്ചേക്കുന്നത്. ഇത് ഫുൾ എപ്പോൾ ഫില്ല് ചെയ്യുമെന്നല്ല ചോദിച്ചേക്കുന്നത്, 1/4 ഓഫ് ദ ടാങ്ക്. അപ്പോൾ 15 ലിറ്റർ ഫില്ല് ചെയ്യാൻ എത്ര ടൈം എടുക്കുന്നതാണ് അവർ ചോദിച്ചേക്കുന്നത്. ഓക്കെ, പിന്നെ എഫിഷ്യൻസി കണ്ടുപിടിക്കണം. എഫിഷ്യൻസി ഇവിടെ എത്ര ഒരു 6 ലിറ്റർ വീതം ഒരു മണിക്കൂറിൽ 6 ലിറ്റർ വീതം ഫില്ല് ചെയ്യും. ഇവിടെ 5 ലിറ്റർ വീതം ഫില്ല് ചെയ്യും. ഇവിടെ 10 ലിറ്റർ വീതം എംപ്റ്റി ചെയ്യും. ഓക്കെ, എന്നുവെച്ചാൽ 10 6 are 60, 12 5 are 60, 10 6 are 60, റൈറ്റ്. ഇവിടെ നെഗറ്റീവ് സിമ്പിൾ ഇട്ടേക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഔട്ട്ലെറ്റ് പൈപ്പ്, അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ എന്താ ചോദിക്കുന്നത്? ഈ ഓൾ ദ 3 ടാപ്സ് ആർ ഓപ്പൺഡ്, 3 ഓപ്പൺ ചെയ്തപ്പോൾ P + Q - R 3 അറ്റ് ടൈം ഓപ്പൺ ചെയ്താൽ എത്ര മണിക്ക് 1/4 ഓഫ് ദ ടാങ്ക് ഇസ് ഫിൽഡ്, 15 ലിറ്റർ ഇപ്പോൾ ഫിൽ ആവുന്നു. അപ്പോൾ എഫിഷ്യൻസി എത്രയാണ്? P + Q 11, 11 - 10 1. അപ്പോൾ 15 ലിറ്റർ 1 ലിറ്റർ വീതം ഒരു എത്ര മണിക്ക് ഒരു ഫില്ല് ചെയ്യും? അപ്പോൾ 15 മണിക്കൂർ കൊണ്ട് ഫില്ല് ചെയ്യും. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുന്നത് സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 7 AM തൊട്ട് 15 മണിക്കൂർ. അപ്പോൾ 7 AM തൊട്ട് 12 മണിക്കൂർ എന്ന് പറയുന്നത് 7 PM അല്ലേ? 12 മണിക്കൂറായി, 12 hours. അതിൻ്റെ കൂടെ പിന്നെ 3 മണിക്കൂറോടെ കൂട്ടുമ്പോൾ എത്ര മണിയായി? 7 8 9 10. അപ്പോൾ 10 PM. അപ്പോൾ എത്ര മണിക്ക് ഈ ടാങ്കിൻ്റെ 1/4 ഫില്ലാവും? 10 PM ഫില്ലാവും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, പൈപ്പ് എ ക്യാൻ ഫിൽ എ സിസ്റ്റം ഇൻ 6 hours. ഇവിടെ ഇപ്പോൾ ഒരു പൈപ്പ് ഉണ്ട്, എ പൈപ്പ്, അതിന് 6 hours ഫില്ല് ചെയ്യാൻ പറ്റും. ബി ക്യാൻ ഫിൽ ഇൻ 8 hours. അപ്പോൾ 2 പൈപ്പേ ഉള്ളൂ ഇവിടെ. ബോത്ത് ദ പൈപ്പ്സ് ആർ ഓപ്പൺഡ് സൈമൾട്ടേനിയസ്ലി ആൻഡ് ആഫ്റ്റർ 2 hours പൈപ്പ് എ ഈസ് ക്ലോസ്ഡ്. അപ്പോൾ 2 പൈപ്പ് ഒന്നിച്ച് ഓപ്പൺ ചെയ്തു, അത് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പൈപ്പ് എ ക്ലോസ് ചെയ്തു. ദെൻ ഇൻ ഹൗ മച്ച് ടൈം റിക്വയർഡ് ബൈ ദ പൈപ്പ് ബി ടു ഫിനിഷ് ദ റിമൈനിങ് പാർട്ട്. അപ്പോൾ എ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ബി എത്ര മണിക്കൂർ കൊണ്ട് ആ ടാങ്ക് ഫില്ല് ചെയ്യുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ആ ബാലൻസ് ഉള്ളത് എയും ബിയും ചേർന്ന് ഫില്ല് ചെയ്തതിൻ്റെ ബാലൻസ് ഉള്ളു ബി തനിച്ച് എത്ര മണിക്ക് ഫില്ല് ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ LCM മെത്തേഡ് അനുസരിച്ച് LCM കണ്ടുപിടിക്കണം. LCM എത്ര വരും? 24 വരും, റൈറ്റ്. അപ്പോൾ 6 4 24, 3 24. ഇനി അവരെന്താ പറയുന്നത്? 2 hours കഴിഞ്ഞിട്ട് എ ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ 2 മണിക്കൂർ, അപ്പോൾ എ പ്ലസ് ബി രണ്ടുപേരും കൂടി ചേർന്ന് ഈ 4 + 3 7, രണ്ടുപേരും കൂടി ചേർന്ന് 7 ലിറ്റർ ഒരു മണിക്കൂറിൽ ഫില്ല് ചെയ്യും. അത് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ 2 hours ഫില്ല് ചെയ്യാൻ 2 × 7 എത്ര? 14 ലിറ്റർ ഫില്ല് ചെയ്യും അല്ലേ?
ഈ 14 ലിറ്റർ ഫില്ല് ചെയ്തപ്പം എ ക്ലോസ് ചെയ്തു. ബാക്കി എത്ര ഉണ്ട്? 24 മൈനസ് 14 വിച്ച് ഇസ് ഈക്വൽ ടു 10 ലിറ്റർ. 10 ലിറ്റർ ആര് തനിച്ചാണ് ഫില്ല് ചെയ്തത്? ഈ 10 ലിറ്റർ ആര് തനിച്ച് ഫില്ല് ചെയ്തു? 3 തനിച്ച് ഫില്ല് ചെയ്തു. അപ്പം എത്ര മണിക്കൂറിൽ ഫില്ല് ചെയ്യുന്ന പറഞ്ഞാൽ 10 ഡിവൈഡഡ് ബൈ 3 വിച്ച് ഇസ് ഈക്വൽ ടു 3 3s are 9, ബാലൻസ് 1/3. 1/3 hours ഫിനിഷ് ചെയ്യും. അതിൽ ഇന്ന് നമുക്ക് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. 3 + 1/3 hours. 1/3 hour എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എഴുതാം. 1 hour എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 മിനിറ്റ് അല്ലേ? അപ്പോൾ 1/3 hour എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 × 1/3 which is equal to 20. ഇപ്പോൾ 20 മിനിറ്റ്സ്. 1/3 hour എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 മിനിറ്റ്സ്. 3 hour 20 മിനിറ്റ് കൊണ്ട് ഇത് ഫിനിഷ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 pipes P and Q can fill a tank in 36 and 48 minutes. പിക്കും ക്യൂനും ഒരു ടാങ്കും ഫില്ല് ചെയ്യാൻ 36 and 48 മിനിറ്റ് എടുക്കും. Both the pipes are open together and how many minutes should Q be turned off? So then the tank will be filled in 24 minutes. ഈ എൻ്റെ ടാങ്ക് ഫില്ല് ചെയ്യുന്നത് 24 മിനിറ്റിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ ക്യൂനെ ഓഫ് ചെയ്തു. ആ ക്യൂനെ എപ്പോഴാണ് ഓഫ് ചെയ്തത് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 36 48. 36നും 48നും നമുക്ക് എന്തെടുക്കണം? എൽസിഎം എടുക്കണം. എൽസിഎം വിൽ ബി 288 ആയിരിക്കാം. ദെൻ 8 വരും. 36 8s are 288. 48 6 are 288. റൈറ്റ്. ഈ 24 മിനിറ്റിലും ആരെ വർക്ക് ചെയ്തിട്ടുണ്ട്? പി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 24 × 8 ലിറ്റർ വീതം. അപ്പോൾ എത്ര വരും? 192 ലിറ്റർ ആര് ഫില്ല് ചെയ്തു? പി ഫില്ല് ചെയ്തു. അപ്പോൾ ബാലൻസ് ആരാ ഫില്ല് ചെയ്യുന്നത്? ബാലൻസ് എത്രയുണ്ട്? 288 - 192 വിച്ച് ഇസ് ഈക്വൽ ടു 96. 96 ആരാ ഫില്ല് ചെയ്യുന്നത്? ക്യൂ ആണ് ഫില്ല് ചെയ്തത്. അപ്പോൾ 96 ഇവിടെ ഒരു 6. അപ്പോൾ ഇവിടെ എത്ര ഒരു 96 ഡിവൈഡഡ് ബൈ 6 ക്യൂവിൻ്റെ ആൻസർ എത്രയാണ്? 16 മിനിറ്റ്. 16 മിനിറ്റ് കൊണ്ട് ക്യൂ ബാലൻസ് ക്യൂ 16 മിനിറ്റ് വർക്ക് ചെയ്തു. അപ്പോൾ ഹൗ മെനി മിനിറ്റ് ഷുഡ് ക്യൂ ബി ടേൺഡ് ഓഫ്? ആ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് 16 മിനിറ്റിൽ ക്യൂവിനെ ഓഫ് ചെയ്തു. എ പൈപ്പ് ക്യാൻ ഫിൽ എ ടാങ്ക് 3 times ആസ് ഫാസ്റ്റ് ആസ് അനദർ പൈപ്പ്. അപ്പോൾ പൈപ്പിൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് എ ബി എന്ന് എടുക്കാം. അപ്പോൾ പൈപ്പ് ഇപ്പോൾ എ എടുത്തു. ഈ പൈപ്പ് ഒരു ടാങ്ക് ഫില്ല് ചെയ്യും 3 times ആസ് ഫാസ്റ്റ് ആസ് അനദർ പൈപ്പ്. 3 times ആസ് ഫാസ്റ്റ് ആസ് അനദർ പൈപ്പ് എന്ന് പറഞ്ഞാൽ റേഷ്യോ 3:1. ദാറ്റ് മീൻസ് എ 3 times എഫിഷ്യൻ്റാണ് ബി എ വിട. ബി ഇപ്പോൾ 10 ലിറ്റർ ഫില്ല് ചെയ്യുവാണെങ്കിൽ എ 30 ലിറ്റർ ഫില്ല് ചെയ്യും. അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ. അപ്പോൾ ഇത് എഫിഷ്യൻസിയുടെ റേഷ്യോ ആണ് അവർ തന്നത്. അപ്പോൾ ബോത്ത് ക്യാൻ ഫിൽ ദ ടാങ്ക് ഇൻ 36 മിനിറ്റ്. അപ്പോൾ എ പ്ലസ് ബിക്ക് ഒന്നിച്ച് അവർ എത്ര നേരം കൊണ്ട് ഫിനിഷ് ചെയ്യും? 36 മിനിറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്യും. നമുക്കെന്ത് വേണം? കപ്പാസിറ്റി കണ്ടുപിടിക്കണം. കപ്പാസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെയുള്ള ഈ വാല്യൂ വേണം. ഇത് 4. 3 + 1 4. അപ്പം ഇവിടുത്തെ ടോട്ടൽ കപ്പാസിറ്റി എത്രയായിരിക്കും? 144 ലിറ്റർ ആയിരിക്കും ഇതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി. ദെൻ ദ സ്ലോവർ പൈപ്പ് അലോൺ വിൽ ഫിൽ ദ ടാങ്ക് ഇൻ. അപ്പോൾ സ്ലോവർ പൈപ്പ് ഇതിൽ ഏതാണ്? ഒരു മണിക്കൂറിൽ 1 ലിറ്റർ ഫില്ല് ഒരു മിനിറ്റിൽ 1 ലിറ്റർ ഫില്ല് ചെയ്യുന്ന ടാങ്കാണോ പൈപ്പാണോ? അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ 3 ലിറ്റർ ഫില്ല് ചെയ്യുന്ന പൈപ്പാണോ സ്ലോവർ പൈപ്പ്? ഒബ്വിയസ്ലി എഫിഷ്യൻസി കുറവുള്ളത്. അപ്പം എഫിഷ്യൻസി കുറവുള്ള ബി പൈപ്പ് എത്ര നേരം കൊണ്ട് ആ ടാങ്ക് ഫില്ല് ചെയ്യും? അപ്പോൾ 144 ഡിവൈഡഡ് ബൈ 1 വിച്ച് ഈസ് ഈക്വൽ ടു 144 മിനിറ്റ്. ദറ്റ് മീൻസ് 144/1. ഇവിടെ ആണെങ്കിൽ എ എങ്ങനെയാണെന്ന് പറയും 144 ഡിവൈഡഡ് ബൈ 3. ഓക്കെ. അതിൻ്റെ ആൻസർ എത്രയാണ്? 144 മിനിറ്റ്. അപ്പോൾ എഫിഷ്യൻസി
ലെസ് ആണെങ്കിൽ അതായിരിക്കും സ്ലോവർ പൈപ്പ്. ഓക്കെ, A can fill a tank in 33 1/3% more efficient than B. അപ്പോൾ ഈ മോർ എഫിഷ്യൻറ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ പെർസെൻറ്റേജിൽ പറയുവാണെങ്കിൽ 100%, 20% മോർ ദാൻ 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120%, 30% മോർ ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 130%, 33 1/3% എന്ന് പറഞ്ഞാൽ അത് അതുപോലെ തന്നെ വരും. എത്ര 133 1/3% അങ്ങനെ വരും. അപ്പോൾ അതിൻ്റെ പ്ലസ് അത്ര വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം നമ്മൾ. ഇപ്പോൾ ഈ 100% എന്ന് പറയുന്നത് നമുക്കറിയാം, 100% എന്ന് പറയുന്നത് ഇക്വലൻറ്റ് ഫ്രാക്ഷൻ എത്രയാണ്? 1 ആണ്. അപ്പോൾ 33 1/3യുടെ ഇക്വലൻറ്റ് ഫ്രാക്ഷൻ എത്രയാണ്? 1/3 ആണ്. ഓക്കെ, അപ്പോൾ 1 + 1/3 എന്ന് എഴുതണം. ഇത് 100%ൻ്റെ കൂടെ എത്രയും കൂടെ കൂടുതലാണ്, 1 + 1/3. ഇത് ലെസ് എഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 - 1/3 എന്ന് എഴുതണം. ഇവിടെ എത്ര വരും വാല്യൂ? 4/3 എന്ന് വരും. ദാറ്റ് മീൻസ് ആദ്യത്തെ പൈപ്പിൻ്റെ എഫിഷ്യൻസി 3, രണ്ടാമത്തേത് 3. ഇവിടെ എത്ര വരും? 2/3 വരും. ആദ്യത്തേത് ലെസ് എഫിഷ്യൻറ്റ് 2, രണ്ടാമത്തേത് ഹയർ എഫിഷ്യൻറ്റ്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അവരെന്താ പറയുന്നത്? A can fill a tank more efficient than B. നമ്മൾ പറഞ്ഞു 1 + 1/3 കോൺസെപ്റ്റ് നമ്മളിവിടെ അപ്ലൈ ചെയ്തു. അപ്പോൾ എയുടെ എഫിഷ്യൻസി 4, ബിയുടെ എഫിഷ്യൻസി 3 കിട്ടി. ടുഗദർ ദേ ക്യാൻ ഫിൽ ദ ടാങ്ക് ഇൻ 6 hours. A + B ഒന്നിച്ച് 6 hours ഫില്ല് ചെയ്യും. അപ്പോൾ ഈ A + Bയുടെ എഫിഷ്യൻസി എത്ര വരും? 4 3 7. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ കപ്പാസിറ്റി എത്ര വരും? 6 7 42 വരും അല്ലേ? ടൈം ടേക്കൺ ബൈ A and B alone to fill the tank. അപ്പോൾ ഇവിടുത്തെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടുത്തെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 42 / 4, ഇവിടെ 42 / 3. ഇതാണ് അതിൻ്റെ വാല്യൂ. ഓക്കെ, വളരെ ഈസി അല്ലേ? 3 pipes A, B, C can fill a cistern in 20 hours. അപ്പോൾ ആദ്യം തന്നെ ഒരു 3 പേരും കൂടെ തമ്മിലുള്ള വാല്യൂ തന്നിരിക്കുന്നത് എത്രയാണ്? 20 hours എന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് പിന്നെ നമുക്കിവിടെ A, B, C തനിച്ച് എഴുതാം. ഇത് C is twice fast as B. അപ്പോൾ ഇത് എഫിഷ്യൻസിയുടെ റേഷ്യോ തന്നിരിക്കുന്നത്. ഇതിന് താഴെ നമുക്ക് എഴുതാം C is twice fast as B, B is thrice fast as A, B is thrice fast as A. അപ്പോൾ ഇങ്ങനെ കമ്പൈൻഡ് റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ A, B, C, അപ്പോൾ A 2:1, B 1:2. ഇങ്ങനെയാണെന്ന് വെച്ചോ. 1:2 ഇങ്ങനെയാണെന്ന് വെച്ചോ. നമ്മൾ എങ്ങനെ ഇതിൻ്റെ കമ്പൈൻഡ് റേഷ്യോ കണ്ടുപിടിക്കുകയെന്ന് പറഞ്ഞാൽ ആദ്യം ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ ബിക്ക് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. സിക്ക് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 × 1 2, ബിക്ക് 1 × 1 1, സിക്ക് 1 × 2 2. ദാറ്റ് മീൻസ് ഇത് രണ്ടും കൂടെ 2. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കമ്പൈൻഡ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ 1 × 1 1, 1 × 3 3, 3 × 2 6. അപ്പോൾ എൻ്റെ എഫിഷ്യൻസി എത്ര? 1:3:6. അപ്പോൾ കമ്പൈൻഡ് എഫിഷ്യൻസി 1:3:6. അപ്പോൾ മൊത്തം ഇത് A + B + Cയുടെ എഫിഷ്യൻസി എത്രയാണ്? 10. അപ്പോൾ ടോട്ടൽ കപ്പാസിറ്റി എത്ര? 200 hours. ഹൗ മച്ച് ടൈം വിൽ പൈപ്പ് A alone to fill the tank? A alone എത്ര നേരം കൊണ്ട് ഫില്ല് ചെയ്യും? 200/1, which is equal to 200 hour. B alone എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200/3, C alone എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200/6. മനസ്സിലായല്ലോ? അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ.